ഹലോ ഗൈസ്, മാലൂട്ടൊക്കെയാണ്. ഇന്ന് വന്ന ന്യൂസാണ്. അതായത് ബസ് ഓണേഴ്സ് കുറച്ച് പേര് ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ഹൈക്കോടതിയിൽ. അതായത് ബസ്സിലുള്ള ക്ലീനർക്കും കണ്ടക്ടർക്കും പോലീസ് ക്ലിയറൻസ് ആണെന്നുള്ളതിനെതിരെ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സുപ്രീം കോടതി എന്ത് ചെയ്തു, ആ ഹർജി തള്ളിയിട്ടുണ്ട്. അത് എന്തായാലും നല്ലൊരു കാര്യമായി. കാരണം നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണ പല ഡ്രൈവർമാരും ക്ലീനർമാരും ഒക്കെ ക്രിമിനൽസാണ്, ക്രിമിനൽ സ്വഭാവമുള്ള നാറികളാണ്. ഓക്കെ, ഡെയിലി അവിടെ ഓപ്പോസിറ്റ് സൈഡ് കയറുന്ന, റോങ് സൈഡ് കയറി ആക്സിഡൻ്റ് ആക്കണത്, ഓവർ സ്പീഡിന് ആക്സിഡൻ്റ് ആക്കണത്, ഇങ്ങനെ പല കേസും ഡെയിലി ഒരു ദിവസം ഒരു 10 ബസ് അപകടമെങ്കിലും ഇല്ലാത്തൊരു ദിവസം കേരളത്തിലില്ല. അതിന് പുറമെ ഇവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറികളഞ്ഞ ബസ് പ്രേമി എന്ന് പറഞ്ഞിട്ടൊരു പേജും നാട്ടിലുള്ള 90% ആക്സിഡന്റുകളിലും, ബസ്സുകൾ ഉൾപ്പെട്ടുള്ള 90% ആക്സിഡന്റുകളിലും 100% ആക്സിഡന്റുകളിൽ ബസ് ഉൾപ്പെട്ടുള്ള 100% ആക്സിഡന്റിലും 99 ഇവന്മാരെ അങ്ങോട്ട് പോയി കുത്തുന്നത് ഒക്കെയാണ്. അല്ലാതെ ഇങ്ങോട്ടൊന്ന് ബസ്സിനെ കുത്തുന്നതൊക്കെ വളരെ റയറാണ്. അപ്പം എന്താണെങ്കിലും ഹൈക്കോടതി ഇപ്പോൾ ഹർജി തള്ളിയത് വളരെ നല്ലൊരു കാര്യമായി. പോലീസ് ക്ലിയറൻസ് ഉള്ള ആൾക്കാർ മാത്രമേ ബസ് ഓടിച്ചാൽ മതി. കാരണം ഇവന്മാര് ഗുണ്ടായിസമാണ് കാട്ടുന്നത്. സൈഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരെ തെറി വിളിക്കുക, വണ്ടി ഓടിച്ചാളെ തെറി വിളിക്കുക, തല്ലുക, കൊല്ലും, ഭീഷണി കൊടുക്കുക. ഇതുമാതിരി തന്തയില്ലായ്മയാണ് ഈ ബസ്സുകാരുടെ അടുത്ത് മൊത്തമുള്ളത്. കേരളത്തിലുള്ള പ്രൈവറ്റ് ബസ്സുകളുടെ പരിപാടി അവസാനിപ്പിച്ചിട്ട് അത് ഫുള്ള് കേരള സർക്കാർ ഏറ്റെടുക്കണം. KSRTC ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. അതാണ് ഏറ്റവും നല്ലത്. ഒരു എക്സാമ്പിളിന് പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ UK അല്ലെങ്കിൽ US ഇവിടെയൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. അവിടെ നീ പറഞ്ഞ പോലെ ബസ് അപകടം ഇല്ല, കാരണം കോമ്പറ്റീഷൻ ഇല്ല, അതുകൊണ്ട് ബസ് അപകടം ഇല്ല. പക്ഷെ ഇന്ത്യയിലാണ് ഇങ്ങനെ പ്രൈവറ്റ് ബസ് ഉള്ളിടത്ത് മാത്രമേ ആക്സിഡന്റ് ഉള്ളൂ. ഏറ്റവും നല്ലത് ഇത് പ്രൈവറ്റ് ബസ്സുകൾ ഫുള്ള് നിരോധിച്ചിട്ട് കേരള സർക്കാർ ഏറ്റെടുക്കണം KSRTC. അപ്പോഴേ ഇത് നാട് നന്നാകുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെയാണ് സ്ഥിതി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്, പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.